എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാരോടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ എന്താണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ട് അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള ആശയക്കുഴപ്പമുള്ള വീട്ടമ്മമാർക്ക്. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു ചെറിയ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചൂടോടെ കഴിക്കുകയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. 2 മുട്ട എടുക്കുക കേട്ടോ. ഇതിന് അത്യാവശ്യം വേണ്ടത് മുട്ടയും പഞ്ചസാരയും കുറച്ച് ബ്രെഡും. ഈ 3 ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് രാവിലത്തെ സ്നാക്കോ ഈവനിങ് സ്നാക്കോ ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്, പിന്നെ ആവശ്യത്തിന് ഷുഗർ കേട്ടോ. ഷുഗർ ഹെൽത്തിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിലുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ മതിയാവും. നല്ല അത്യാവശ്യം ഷുഗർ ഉണ്ടല്ലോ നമുക്ക് ബ്രെഡിൽ. ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല പതപ്പിച്ച് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 മുട്ട വെച്ചിട്ട് ഒരു 6 ബ്രെഡെങ്കിലും നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു, ചൂടാക്കി കേട്ടോ. ചൂടാക്കിയിട്ട് നമുക്കതിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ബ്രെഡൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരുന്നതാണ്. പൊതുവേ നമുക്ക് ചിലവ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയിട്ട് വേണം നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ടൈമിന് സ്കൂളിൽ നിന്നുള്ള പനിയൊക്കെ കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പതിവാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യക്കുറവ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ബ്രെഡ് എടുക്കുക, മുട്ടയിൽ ഇങ്ങനെ മുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മുക്കിയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് അധികമായിട്ട് വരും. അപ്പോൾ ഞാനത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു. 2ാമത്തെ ബ്രെഡും എടുത്തു. വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഒരു 6 എണ്ണമൊക്കെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. എൻ്റെ അത് കുറച്ചൊരു ചെറുതായതുകൊണ്ട് കൺജസ്റ്റഡ് ആയി പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ 4 എണ്ണം വെക്കാമെന്ന് കരുതി. പിന്നെ 2ാമത് എന്തായാലും 2 എണ്ണത്തിനും കൂടിയുള്ള മുട്ട ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം മാത്രം ആദ്യം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം എടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. കാര്യം മുട്ട അധികം വേവില്ലാത്ത സാധനമാണെങ്കിലും ടേസ്റ്റ് നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കരിയാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് ചൂടായപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ മുകളിലത്തെ മുട്ടയുടേതും കൂടി താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സൈഡും ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് വൈസൊക്കെ സൂപ്പറാണ്. എന്നിരുന്നാലും ബ്രെഡിൻ്റെയോ മുട്ടയുടെയോ ഒക്കെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യ് ആഡ് ചെയ്യുന്ന സമയത്ത് നെയ്യിൻ്റെ ഒരു സ്മെല്ലായിരിക്കും വരിക. ലോ ഫ്ലെയിമിൽ എന്തുകൊണ്ടാണ് വേവിക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മുട്ടേൻ്റെ ഒരു സ്മെല്ല് ചില കുട്ടികൾക്കത് പിടിക്കണമെന്നില്ല. മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു കഴിക്കുന്ന സമയത്ത് ടേസ്റ്റോ കാര്യങ്ങളിലോ ഒന്നും മുട്ടയുടെ യാതൊരുവിധ സ്മെല്ലും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യ് അധികം ആഡ് ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ മോളാണെങ്കിൽ പിന്നെ അത്യാവശ്യം മുട്ട പ്രശ്നമില്ലാതെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും നെയ്യ് മുട്ടയും ബ്രെഡൊക്കെ ഒന്ന് പൊരിക്കുന്ന സമയത്ത് ഒരു മണമുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം 2 പീസോ 3 പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. ഇതിപ്പോൾ ഞാൻ ഈവനിങ് സ്നാക്കാണ്, സ്കൂൾ വിട്ട് വരുമ്പോൾ മകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം വളരെ പെട്ടെന്ന് കഴിച്ചിട്ട് വേണം ട്യൂഷന് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഞാൻ എന്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിത് ഫ്രൈ ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ സൈഡൊക്കെ കണ്ടില്ല, അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിയാനും പാടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളത്. നമുക്ക് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉപയോഗമില്ലാതായിപ്പോവും, അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ ഞാനിത് ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ
കാസറോളിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് മോൾ കഴിക്കുമ്പം അവളോട് അഭിപ്രായം ചോദിക്കാം കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ കേൾപ്പിച്ച് തരാം. അവൾക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടമാണ്. എന്നാലും ഒന്ന് വരുമ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതല്ലേ. അവരുടെ വായിന്ന് കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. മക്കൾ വന്നിട്ട് പറയുമ്പോൾ എന്തായാലും നമുക്ക് അവളോട് ചോദിക്കാം കേട്ടോ. ഇഷ്ടമായ ഫുഡ് ഇഷ്ടമായ?